MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു സോസേജ് റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ സോസേജ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 250 ഗ്രാം സോസേജ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ 1 ഇഞ്ച് കനത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരണം. ഇനി 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വരണം. സവാളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റായി. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസേജ് ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് സോസേജ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. ചിക്കൻ സോസേജ് തന്നെ വേണമെന്നില്ല, ബീഫോ വേറെ ഏത് സോസേജ് ആയാലും മതി. ഇനി 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം.
ഇനി അടച്ചു വെച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസേജിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.